ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങളുടെ വീട്ടിൽ വളപ്പിൽ നനവെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഈ വർഷം ആദ്യമായിട്ട് നനയ്ക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കഴിഞ്ഞ വട്ടം നമ്മൾ കിണറ്റിൽ നിന്ന് തന്നെ പൈപ്പിട്ട് മോട്ടർ അടിച്ചാൽ നനച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം തെങ്ങൊന്നും നനയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജാതികൾ മാത്രമേ നനച്ചു കൊടുത്തിരുന്നുള്ളൂ. പിന്നെ ചെറിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്, അടയ്ക്കാമരം, ജാതി, അതൊക്കെ നനച്ചു കൊടുക്കുള്ളൂ. കാരണം കിണറ്റിലെ വെള്ളം എടുത്ത് വളപ്പ് മുഴുവൻ നനയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കിണർ ചിലപ്പോൾ വറ്റാത്ത കിണറാണെങ്കിൽ പോലും നമുക്ക് അവസാനമാകുമ്പോഴേക്കും ഭയങ്കര വെള്ളത്തിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾക്ക് ഈ വെള്ളം കിട്ടിയിരുന്നു. അത് നമ്മൾ ചാലൊക്കെ കീറിയ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പൈപ്പ് കണക്ഷൻ എടുത്തു, പൈപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെയാണ് നനയ്ക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യമായിട്ടാണ് പൈപ്പ് കണക്ഷനിലൂടെ ഉള്ള വെള്ളം വരുന്നത്. ഈ സെയിം വെള്ളം തന്നെയാണ്, പക്ഷേ പൈപ്പൊക്കെ ഇട്ട് നമ്മൾ അതേ രീതിയിൽ നമുക്ക് സുഖമാണ്. വാൽവ് തുറന്നാൽ മതി, നമ്മുടെ വളപ്പിലേക്ക് കണക്ഷൻ എടുത്തു. അപ്പോൾ അങ്ങനെ നനയ്ക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരാഴ്ച നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ നനയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ വളപ്പൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി ഇടണം. ആകെ ചവറും പുല്ലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നനവെള്ളം ഇടുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ആദ്യം ഫുള്ള് ഒരു 3-4 ദിവസത്തെ പണിയായിരുന്നു. 2-3 പേര് പണിക്കാരുണ്ടായിരുന്നു. പിന്നെ അച്ഛനും കൂടെ നിന്നു. അച്ഛൻ വന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് തുടങ്ങി തന്നെ വളപ്പിലിറങ്ങിയതാണ്. അന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിറ്റേ ദിവസം തന്നെ വളപ്പിലിറങ്ങി പണിക്കിറങ്ങിയത്. അവരുടെ ഒപ്പം തന്നെ പണിക്കിറങ്ങിയിട്ടാണ് ഇത് ഫുള്ള് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടത്. ഇതുപോലെ ഒന്നും അല്ലായിരുന്നു. വളപ്പ് പുല്ലും ചവറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും അന്ന് തുടങ്ങിയുള്ള പണിയാണ്. പിന്നെ വെറുതെ ഇരിക്കില്ല ആൾ. അച്ഛൻ വന്നാൽ വെറുതെ ഇരിക്കില്ല, കൈക്കോട്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അന്ന് പണിക്കാരും ഉണ്ടായിരുന്നു. എല്ലാം ക്ലീൻ ആക്കിയിട്ട് ലാസ്റ്റ് ദിവസമായിരുന്നു. വളപ്പ് ഫുള്ള് ക്ലീനായി ലാസ്റ്റ് ദിവസം തന്നെ വെള്ളം ഇട്ടു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ആണിയും തടമൊന്നും എടുക്കാണ്ടാണ് കേട്ടോ വെള്ളം വിടുക. കാരണം ഫുള്ള് നനഞ്ഞാലേ നമുക്ക് കൊത്തിയാൽ പോരുള്ളൂ. മണ്ണിളകാണ്ട് കിടക്കല്ലേ ഇപ്പോൾ നല്ല ചൂടിൽ. അപ്പോൾ അത് കാരണം ഫസ്റ്റ് ഫുള്ള് വെള്ളം വളപ്പിലേക്ക് വിടും. അതിന് ശേഷമാണ് ആണിയും തടമൊക്കെ എടുത്ത് നമ്മൾ നനയ്ക്കുക. ഞങ്ങളിവിടെ ആണിയും തടം എടുക്കാമെന്നാണ് പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചാലൊക്കെ കീറി കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതിന് ഞങ്ങളിവിടെ ആണിയും തടം എടുക്കാമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയിരുന്നപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ആത്തച്ചക്ക എന്നാണ് ഞങ്ങളിവിടെ പറയാം. അപ്പോൾ അത് ജസ്റ്റ് പഴുത്ത് നിൽക്കുന്നുണ്ടപ്പോൾ മോളാണ് കേട്ടോ അത് പറിച്ചെടുത്തത്. അത് കാരണം അതിൻ്റെ മുകൾ ഭാഗം മാത്രം അവിടെ നിന്ന് ബാക്കിയെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ വെള്ളം വന്നു. ഞങ്ങൾ ഭയങ്കര കുട്ടികളും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം പൈപ്പ് കണക്ഷനിൽ ആദ്യം വെള്ളം വരികയാണല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് ഫോഴ്സ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫോഴ്സ് കുറവിൽ തന്നെയാണോ വരികയെന്ന്. പക്ഷേ പിന്നെ നല്ല ഫോഴ്സിൽ വന്നു. പിന്നെ ഞാൻ നനയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് നനയ്ക്കാൻ പറ്റില്ല, കാരണം അത്രയും ഫോഴ്സിലാണ് വെള്ളം വരിക. അപ്പോൾ നമ്മളത് 2-3 സ്ഥലത്തേക്കൊക്കെ നനച്ച് വിടണം. പിന്നെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തടമൊന്നും ഞങ്ങൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വളപ്പൊന്നും നനച്ച് വിടാതെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ 2 ദിവസമായിട്ടാണ് നനച്ചത്. കാരണം ഇന്നലെയാണ് ഞങ്ങൾക്ക് വെള്ളം വന്നത്. പക്ഷേ അത് അപ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ ഒരുപാട് ലേറ്റായി, 5:30 ഉണ്ടായി. പിന്നെ അപ്പം നിർത്തി. ഞങ്ങൾ പിറ്റേ ദിവസം ഇന്ന് രാവിലെ നേരത്തെ നനച്ചു. അപ്പോൾ പകുതി കുറച്ച് 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കണ്ടോ, ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഫോഴ്സിൽ വെള്ളം വന്നു. പിന്നെ നമുക്ക് പിടിച്ചിട്ട് കെട്ടാനൊന്നും പറ്റുന്നുണ്ടായില്ല. ഭയങ്കര ഫോഴ്സിലായിരുന്നു വെള്ളം. ഞങ്ങളെ വളപ്പിൽ ജാതി, അടയ്ക്കാമരം, തെങ്ങ്, ഇതൊക്കെയാണ്. തെങ്ങൊക്കെ കുറേ പോയി. പണ്ടത്തെ തെങ്ങുകളൊക്കെ കുറേ പോയി. പുതിയത് വെച്ചതും അങ്ങനെ പിടിക്കണില്ല. ഒന്ന് ചൊട്ടയൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടായി വരുമ്പോൾ അതിൻ്റെ കൂമ്പ് പോവും. നമ്മൾ എന്തൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടും കൂമ്പ് അങ്ങനെ ശരിക്കും പിടിക്കണമൊന്നുമില്ല. പിന്നെ ജാതി തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴയ ജാതികൾ നിൽക്കുന്നുണ്ട്. പിന്നെ അടയ്ക്കാമരം, അതാണ് മെയിനായിട്ടുള്ളത്. കുരുമുളകൊക്കെ കുറവാണ്. ആദ്യമൊക്കെ നല്ലോണം കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു, കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ പന്നി വരും. പന്നി വന്ന് എല്ലാം കളയും. മഞ്ഞളും ഇഞ്ചി മാത്രമാണ് പന്നി കളയാണ്ടുള്ളൂ. കൊള്ളിയൊക്കെ നട്ടതൊക്കെ പന്നി കൊണ്ടുപോയി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ കൊള്ളിയുടെ അത്. അപ്പോൾ അത് പന്നി കൊണ്ടുപോയിട്ട് നിർത്തിയെന്ന് ഒരു കട കിട്ടിയത്. വച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും, പക്ഷേ നമുക്ക് കിട്ടില്ല. കംപ്ലീറ്റ് പന്നി കൊണ്ടുപോകും. മഞ്ഞളും ഇഞ്ചിയും മാത്രം പന്നി കുത്തുമ്പോൾ അതിനെന്തോ സ്മെല്ല് പറ്റാണ്ടാന്ന് തോന്നുന്നു. അത് മാത്രം കൊണ്ടുപോയില്ല. കൂവയൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാം, അതൊക്കെ പന്നി കുത്തി ഒക്കെ കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം കുറച്ച് കിട്ടും. അപ്പോൾ ജാതിയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കായ പിടിച്ച് തുടങ്ങണുള്ളൂ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തൊന്നും പോലെ ഇല്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് കുറവാണ് കായകൾ. ഞാൻ അവസാനം കാണിച്ചു തരാം ജാതിക്കായ. അപ്പോൾ ജാതിക്കായ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ അവസാനം വീഡിയോ എടുത്തിട്ട്, ഞാൻ ആദ്യം എടുക്കാൻ മറന്നുപോയി. വെള്ളം വന്ന എക്സൈറ്റ്മെൻറ്റിൽ വെള്ളത്തിൻ്റെ പിന്നാലെ അങ്ങനെ നടന്നു. കാരണം നല്ല ഫോഴ്സിൽ തന്നെയാണ് വെള്ളം വന്നിരുന്നത്. ആദ്യം നമ്മൾ ആണിയിട്ട് തിരിച്ചിരുന്ന സമയത്ത് ഇതിലും ഫോഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയില്ലെങ്കിലും അതേപോലെ തന്നെ നല്ല ഫോഴ്സിൽ തന്നെയാണ് പൈപ്പിൽ വെള്ളം വരുന്നത്. ഇതിങ്ങനെ എല്ലായിടത്തേക്കും തുറന്നിട്ടുക. കാരണം നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് നനച്ച് നിൽക്കാൻ പറ്റില്ല. 2-3 സ്ഥലത്തേക്കായിട്ടൊക്കെ തുറന്നിട്ടുക. പിന്നെ ചില ജാതികളൊക്കെ ഹൈറ്റിലാണ് നിൽക്കണേ. നമ്മുടെ മണ്ണിൻ്റെ നിരപ്പിൽ നിന്ന് ഹൈറ്റില്ല. അപ്പോൾ അതിലേക്കൊക്കെ വെള്ളത്തിന് കുറേ ടൈം എടുക്കും. അപ്പോൾ 2.5 മണിക്കൂറൊക്കെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് നനച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ആദ്യത്തെ നന മണ്ണിലേക്ക് വെള്ളം വലിഞ്ഞിറങ്ങുമല്ലോ, മണ്ണിങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കുമ്പോൾ നല്ലോണം വലിഞ്ഞിറങ്ങുമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും ഫസ്റ്റത്തേക്ക് നന. പിന്നെ പിന്നെ നമുക്ക് അധികം സമയം എടുക്കില്ല കേട്ടോ, വേഗം വേഗം നനച്ച് എത്തും. 2 ആഴ്ചയിൽ ഒരു നനയൊക്കെ നനച്ചാലും മതിയാവും. ഇതിപ്പോൾ രാവിലത്തെ കാഴ്ച കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റു. രാവിലെ നേരത്തെ നനച്ചിട്ട് വേണം, അമ്മയുടെ വീട്ടിൽ പോകണമായിരുന്നു. അച്ഛൻ വന്നിട്ട് അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഞങ്ങൾ നേരത്തെ എനിക്ക് നനയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ എനിക്കിപ്പോൾ കണ്ട കാഴ്ചയാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ബാമ്പുവിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കിളിക്കൂട് കുറച്ച് നാളായിട്ടുണ്ട്, കിളികളുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം 3 കിളിയായിരുന്നു, പിന്നെ അത് വീണ്ടും 6 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അകത്തെ ലൈറ്റിട്ട് വാതിൽ രാവിലെ തുറന്ന വഴിക്ക് 2 കിളികൾ അകത്ത് കയറി. പിന്നെ അത് പുറത്തേക്ക് പോകാണ്ട് കിടന്ന് കളിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായി കിളിയുടെ കൂട് നിങ്ങൾക്ക് കാണിച്ച് തരണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന നേരത്തൊന്നും കിളികൾ വരാറില്ല. അപ്പോൾ രാവിലെ അവർ കളിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അച്ഛനെ കൊണ്ടുവരാൻ പോകുന്ന സമയത്തും ഇതേപോലെ അവർ ഹാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ അവർ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറന്ന്. ഞങ്ങൾ വാതിൽ തുറന്ന വഴിക്ക് ഹാളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് പുറത്ത് പോയത്. അപ്പോൾ ഞാൻ കാണിച്ചില്ല, അവിടെയാണ് അതിലാണ് കിളിക്കൂടി ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കളയാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നും വൈകിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് 2-3 കിളിയാകുമ്പോൾ പോകുന്നതാണ്, പക്ഷേ ഇവർ ഇത്രയായിട്ടും പോകണില്ല. 5-6 കിളി അതിൻ്റെ ഉള്ളിലുണ്ട്. രാവിലെ എനിക്ക് പോവും, പിന്നെ രാത്രി വീണ്ടും അതേപോലെ തന്നെ ഒരു സന്ധ്യ ആകുമ്പോൾ കൂടണേ. അപ്പോൾ അതാണ് ഈ കിളിയുടെ ഞാൻ എടുത്തത്. ഇപ്പോൾ കണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയ കാരണം ഞാൻ വേഗം എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും രാവിലെ നനയ്ക്കാൻ തുടങ്ങി. രാവിലെ വെള്ളം വിട്ട് തന്നു. അപ്പോൾ തലേ ദിവസം ബാക്കിൽ കുറച്ച് ഭാഗം മാത്രമേ നനയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ വിട്ടപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വിട്ടു. ഫ്രണ്ടിൽ വിട്ട് ഫുള്ള് നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് ഉള്ളത് ബാക്കിൽ അങ്ങനെ നനയ്ക്കുക ചെയ്ത്. കാരണം ഫ്രണ്ടിലേക്ക് കുറച്ച് താഴ്ചയാണ്. അപ്പോൾ ആദ്യം അങ്ങോട്ട് വെള്ളം വിട്ടാൽ മുകളിലേക്ക് നമുക്ക് കെട്ടി വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളം നമുക്ക് പറ്റണില്ല, അത്രയും ഫോഴ്സിൽ വരണ കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ വെള്ളം വിട്ടത് അത് കുറച്ച് നനച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയി. അത് കാരണം എനിക്ക് മേക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതല്ല. നമ്മൾ ഇപ്പോൾ പിന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്ന കാരണം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മൾ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ എടുത്ത് വെക്കുമല്ലോ, അങ്ങനെ എടുത്ത് വെച്ചതാണ്. എപ്പോഴെങ്കിലും ഇടാമെന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് പോയി വന്ന് മേക്കിംഗ് വീഡിയോസ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. പക്ഷേ ലേറ്റായി, വന്നപ്പോൾ ഒരുപാട് ലേറ്റായി പോയി. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനും ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ എഡിറ്റ് ചെയ്യണം, സൗണ്ട് കൊടുക്കണം. അപ്പോൾ ഇതിനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ വേഗം പിന്നെ ഇത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ വേഗം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്ത് തരുന്ന പോലെ ഈ വ്ളോഗും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസൊക്കെ ഞാൻ മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇടയിൽ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ വ്ളോഗുകളും കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ദാ ഇന്നത്തെ ഇത്രയുള്ള വിശേഷം. ഞാൻ ജാതിക്കായ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. എല്ലാ ജാതി അങ്ങനെ കായൊന്നും ആയി തുടങ്ങിയിട്ടില്ല. ചിലതുമൊക്കെ ചെറിയ കായ ഇതായി തുടങ്ങി, ചിലത് പൊട്ടി തുടങ്ങി. പക്ഷേ നല്ല ജാതിയുടെ കായൊന്നും പൊട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ കാണിക്കുന്നത് കുറച്ച് കേടുള്ള ടൈപ്പാണ്, അതാണ് അതിൻ്റെ ഉള്ളിലെ പത്രി അത്ര നല്ലതല്ല. അപ്പോൾ ഇതാണ് ജാതിമ പിടിച്ചിരിക്കുന്നത് കണ്ടോ, ഒരുപാടൊന്നും പിടിച്ചിട്ടില്ല ഇപ്രാവശ്യം. ഇനി ഒരു പൂവിടുന്ന സമയമൊക്കെ ആവണുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജാതിക്കായ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഇതാണോ ജാതിക്കായ എന്ന് ചോദിക്കരുത്, കാരണം എനിക്കറിയാം പത്രി നല്ല റെഡ് കളറിലാണ്, അതിൻ്റെ ഉള്ളിലെ പത്രി നല്ല കട്ടിയായിട്ടുണ്ടാവും. പക്ഷേ ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുന്നത് കുറച്ച് റെഡിഷ് കളർ കുറവാണ്. പിന്നെ പത്രിക്കൊട്ടും കട്ടിയൊന്നുമില്ല, ജാതിക്കായമ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെയാണ്. അപ്പോൾ അതല്ല, നല്ല കായ വേറെ ഉണ്ട്. ഇത് കളയാറായിട്ടുണ്ട് ഈ ജാതി. അപ്പോൾ ഞങ്ങൾ അടിയിൽ വേറെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വലുതായി വരുമ്പോഴാണ് ഈ പഴയത് നമ്മൾ വെട്ടിക്കളയുള്ളൂ. അപ്പോൾ അതിൻ്റെ കായയാണ്, അതുകൊണ്ടാണ് അതിന് ആ ജാതിയുടെ ഉള്ളിലെ കായക്കൊരു പിങ്ക് കളർ പോലെയാണ് തോന്നുന്നത്. അതുപോലെ കട്ടിയില്ലാണ്ട് തോന്നുന്നത്. കണ്ടോ, ഇതിങ്ങനെയാണ് നമ്മുടെ ജാതിക്കായ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കായ കാണുമ്പോൾ നിങ്ങൾ തോന്നും ജാതിക്കായൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. കണ്ട, ഇങ്ങനെയല്ല അത് ശരിക്കും അതിൻ്റെ പത്രി ഉണ്ടാവുക. നല്ല റെഡ് കളറിൽ നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. പിന്നെ ഇത് കാണുമ്പോൾ നമ്മുടെ പഴയ കുട്ടിക്കാലത്ത് നമ്മൾ ഈ പത്രി കളഞ്ഞ ജാതിയുടെ തൊണ്ട് നമ്മൾ കഴിക്കാറുണ്ട്, ഉപ്പിലിട്ടും. അതുപോലെ ഉപ്പിൽ മുക്കി വെറുതെ ആയാലും കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. ഞാൻ എന്നിട്ട് പിന്നെ അത് കൊണ്ടുപോയി കഴുകി അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കഴിച്ചിരുന്നു. ഇപ്പം നമ്മളത് കഴിച്ചാൽ നമ്മളെ ആരും ചീത്ത പറയില്ല. പക്ഷെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ ചീത്ത പറയില്ലേ, വയറുവേദന എടുക്കും അത് കഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചീത്ത പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആരും അങ്ങനെ ചീത്തയൊന്നും പറയാത്ത ധൈര്യത്തിൽ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.